വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് പൾസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ടാറ്റ AAG ജനറൽ ഇൻഷുറൻസ് അവതരിപ്പിക്കുന്ന ടാറ്റ മെഡിക്കെയർ പ്രീമിയർ എന്നൊരു പോളിസിയാണ്. പലരും നമ്മളെ അടുത്ത് ചോദിക്കേണ്ട ഏതാണ് ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, നമുക്ക് കൂടുതൽ ഈ കട്ടിങ് ക്യാപ്പിംഗ് ഒന്നും വരാതെ, നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും കൂടുതൽ ബിൽ സെറ്റിൽമെൻറ്റിൽ സമയത്ത് വരാതെ കൺസ്യൂമബിൾസ് എല്ലാം 100% ക്ലെയിം ചെയ്യുന്ന ഒരു പോളിസിയെക്കുറിച്ച് പലരും അന്വേഷണം നടത്തുകയാണ്. സോ അതാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. പൊതുവെ നമുക്ക് ഈ ടാറ്റ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടില്ല, പരിചയപ്പെടുത്തേണ്ടതായിട്ടുമില്ല. ഓക്കെ, കാരണം നമുക്കെല്ലാം സുപരിചിതമാണ് അത്രയ്ക്കും ടാറ്റയുടെ ബ്രാൻഡ്. നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്യാൻസറിനടക്കമുള്ള മരുന്നുകൾ അവർ ഏറ്റവും കുറഞ്ഞ ചിലവിൽ 100 രൂപയ്ക്കകത്ത് അവർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ക്യാൻസർ വന്ന് വ്യക്തികൾക്ക് അത് വീണ്ടും അതിൻ്റെ റെക്കറൻസ് വരാതിരിക്കാനുള്ള ഒരു മരുന്നുകളായിട്ടാണ് ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു കണ്ടെത്തൽ നടത്തുകയുണ്ടായത്. പിന്നെ ടാറ്റയുടെ ട്രസ്റ്റ് ആണെങ്കിലും ശരി, ഇങ്ങനെ പല അവരുടെ വെഞ്ചേഴ്സ് ആണെങ്കിലും ശരി നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു എത്തിക്സ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ്, ബ്രാൻഡായിട്ടാണ് നമ്മൾ ടാറ്റയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതേ ടാറ്റ ഗ്രൂപ്പ് ഈ ഒരു AAG എന്ന് പറയുന്ന ടാറ്റ AAG എന്ന് പറയുന്ന ഈ ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2001 ഇതിൻ്റെ ഇൻസെപ്ഷൻ നമുക്ക് ഈ കമ്പനി തുടങ്ങുന്നത്. ഓക്കെ, 2001 മുതൽ ഇന്ന് വരെ ഈ ഒരു കമ്പനി നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലവർക്ക് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫയർ, മറൈൻ ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം ഇവരുടെ സെഗ്മെൻറ്റാണ്. ഇതിൽ ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു ടാറ്റ കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് ഈ പറയുന്ന ആഫ്റ്റർ ഒരു കോവിഡ് പാൻഡമിക്കിന് ശേഷമായിട്ടാണ്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നല്ല രീതിക്ക് തന്നെ അവരുടെ പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി, നമുക്ക് മാർക്കറ്റിലെ പല പ്ലാനുകളിലുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോളിസി നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടാറ്റ AAG എന്ന് പറയുന്നത് ടാറ്റ ആൻഡ് ടാറ്റ ഗ്രൂപ്പും, അതേപോലെ തന്നെ AAG എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഓക്കെ, അതിൽ കൂടുതൽ നമുക്ക് സ്റ്റേക്ക് വരുന്നത് 76% ടാറ്റയ്ക്കും അതേപോലെ 24% AAG എന്ന ആ ഗ്രൂപ്പിനാണ്. സോ ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രൊഡക്റ്റിൻ്റെ പേര് ടാറ്റ മെഡിക്കെയർ പ്രീമിയർ എന്നാണ്. അപ്പോൾ ഈ ഒരു പോളിസി കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഈ മെഡിക്കെയർ പ്രീമിയർ പ്ലാൻ്റെ നമുക്ക് കവറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം മുതൽ നമുക്ക് 3 കോടി വരെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നമുക്കതിൽ ഇംപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അപ് ടു സമ്മേഴ്ഷോട് കവർ ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസം വരെയും. ഓക്കെ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ അപ് ടു 50 ലാക്സ് വരെയുള്ള കവറേജിന് 90 ദിവസം, 50 ലാക്സ് ആൻഡ് അബവ് വരുന്ന കവറേജിന് 200 ദിവസം വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ഡൊമിസീലിയറി ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം തന്നെ അപ് ടു സമ്മേഴ്ഷോട് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. റീസ്റ്റോർ ബെനിഫിറ്റ് ഈ പോളിസിയിൽ 1 ടൈമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതായത് 100% ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു കവറേജ് എടുത്ത ഒരു വ്യക്തിക്ക് ആ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 ലാക്ക് കൂടി അവർക്ക് റീസ്റ്റോറേഷൻ ഫെസിലിറ്റി പ്രകാരം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അല്ല, 1 ടൈം സിംഗിൾ ടൈം റീസ്റ്റോറേഷൻ 100% നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി പോലുള്ള ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുഷ് ചികിത്സകളുടെ ബെനിഫിറ്റ് നമുക്ക് അപ് ടു സമ്മേഴ്ഷോട് വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. എമർജൻസി എയർ ആംബുലൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു 5 ലാക്ക് വരെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ്. പൊതുവെ നമുക്ക് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് ഉള്ള ഓപ്ഷൻസ് പലതിലും ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് ഈ ഒരു പോളിസി, പക്ഷേ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു കവറേജ് എടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 28-30 വയസ്സുള്ള ഒരു വ്യക്തി ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ, ഒരു 10,000 രൂപ അടച്ച് ഈ പോളിസി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റും കൂടി ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപകടം മൂലം നമുക്ക് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ നോമിനിക്ക് ആ 10 ലക്ഷം രൂപയുടെ സമ്മർഷോടും കൂടി നമുക്ക് ക്യാഷായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ വളരെ അട്രാക്റ്റീവാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ. ഇതിന് എയർ ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ റോഡ് ആംബുലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50 ലക്ഷം വരെയുള്ള കവറേജുള്ള പോളിസികളിൽ അപ് ടു 5,000 റുപ്പീസ് വരെയാണ് നമുക്ക് റോഡ് ആംബുലൻസിന് വേണ്ടിയിട്ട് പെർ ഹോസ്പിറ്റലൈസേഷനിൽ നമുക്ക് ലഭിക്കുന്നത്. ഹെൽത്ത് ചെക്കപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സമ്മർഷോഡിൻ്റെ നമുക്ക് 1% വരെ, ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തതെങ്കിൽ നമുക്ക് 10,000 രൂപ വരെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പിൽ നമുക്ക് ഏറ്റവും ഉയർന്ന ഒരു പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സമ്മർഷോഡിൻ്റെ 1% നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ഈ പോളിസിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
അപ്പോൾ 50 ലക്ഷം വരെയുള്ള പോളിസികളെല്ലാം തന്നെ മാക്സിമം 10,000 പെർ പോളിസിയാണ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് അവൈലബിൾ ആവുന്നത്. പിന്നെ കമ്പേഷനേറ്റ് ട്രാവൽ എന്ന് പറയുന്നത് നമുക്കൊരു ദൂരദേശങ്ങളിൽ നമുക്ക് രോഗി അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇമീഡിയറ്റ് ഫാമിലി മെമ്പറിന് നമുക്ക് എക്കണോമി എയർ ക്ലാസ് ടിക്കറ്റിൽ നമുക്ക് പോയി വിസിറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു എക്സ്പെൻസാണ് കമ്പേഷനേറ്റ് ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് പെർ ഇയറിൽ 20,000 വരെ നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരം കൺസ്യൂമബിൾ ഐറ്റംസ് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് PPE കിറ്റ്, ഗ്ലൗസ്, സിറിഞ്ച് ഇതുപോലുള്ള കൺസ്യൂമബിൾ ഐറ്റംസ് ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ് ടു സം അഷ്യൂർഡ് ബേസിൽ നമുക്ക് ഗ്ലോബൽ കവറേജ് എന്ന് പറയും. ഫോർ പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ മാത്രമാണെങ്കിൽ നമുക്കൊരു ഇന്ത്യയിൽ എന്തെങ്കിലും അസുഖം ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്ക് അബ്രോഡ് പോയിട്ട് ഗ്ലോബൽ കവറേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനും ഈ പോളിസിയിൽ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു 50 ലാക്ക് മുകളിലുള്ള കവറേജ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഇത് കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആവുക. പക്ഷേ അതൊരു ഇൻബിൽട്ട് ബെനിഫിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഗ്ലോബൽ കവറേജ് ഈ ഒരു പോളിസിയിൽ കൊടുക്കുന്നുണ്ട്. ദെൻ ബാരിയാട്രിക് സർജറിക്ക് നമുക്ക് ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇംപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ്, ഡെൻ്റൽ അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ കവറേജ്, അതായത് നമുക്ക് മെറ്റർണിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് വരുന്ന വാക്സിനേഷൻ കവറേജ് ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു പോളിസിയിൽ തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അനിമൽ ബൈറ്റുള്ള വാക്സിനേഷൻ അടക്കം ഈ പോളിസിയിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹിയറിംഗ് എയ്ഡ്സിന് നമുക്ക് 50% ഓഫ് ദി ആക്ച്വൽസ്, അതായത് മാക്സിമം 10,000 റുപ്പീസ് per പോളിസി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡെയിലി ക്യാഷ് ഫോർ ചൂസിങ് ഷെയർഡ് അക്കോമഡേഷൻ, നമുക്ക് നോർമൽ റൂം കാറ്റഗറി എനി റൂം നമുക്ക് ഈ പോളിസിയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഷെയർഡ് റൂമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 0.25% ഓഫ് ദി ബേസ് സം അഷ്യൂർഡ്, അതായത് മാക്സിമം 2,000 രൂപ വരെ പെർ ഡേ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ഒരു അലവൻസ് പോലെ നമുക്ക് ഡെയിലി ക്യാഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് നമ്മൾ ഷെയർഡ് അക്കോമഡേഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ നമ്മുടെ ഈ പോളിസിയിൽ ഇൻഷൂർഡ് ആയിട്ട് നമുക്ക് ചൈൽഡും കൂടി ഉണ്ടെങ്കിൽ അവരുടെ അക്കമനിങ് ചെയ്യുന്നതിനുള്ള ഒരു ഡെയിലി ക്യാഷ് അലവൻസ് ആയിട്ട് 0.25% ഓഫ് ദി സം അഷ്യൂർഡ്, അതായത് മാക്സിമം 2,000 പെർ ഡേ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ക്യാഷ് അലവൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ചൈൽഡിന് മാത്രമാണ് ലഭിക്കുക. നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഈ പോളിസിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. മെറ്റർണിറ്റി കവറേജ് ആണെങ്കിൽ നമുക്ക് 50,000 രൂപ വരെ, ബോയ് ചൈൽഡ് ആണെങ്കിൽ 60,000 രൂപ വരെ ബർത്ത് ഓഫ് ഗേൾ ചൈൽഡിനാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് 50 ലക്ഷം രൂപ വരെയുള്ള പോളിസികളെല്ലാം തന്നെ 50,000 രൂപ ബോയ് ചൈൽഡിനും പെൺകുട്ടിക്കാണെങ്കിൽ 60,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് 4 വർഷത്തെ മെറ്റർണിറ്റി കവറേജിന് നമുക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഈ ഒരു പോളിസിയിൽ. പിന്നെ ഡെലിവറി കോംപ്ലിക്കേഷൻസിന് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 50 ലക്ഷം വരെയുള്ള പോളിസികളിൽ അപ് ടു 10,000 റുപ്പീസ്, 10,000 രൂപ വരെ നമുക്ക് കവറേജ് ലഭിക്കുന്നുണ്ട്. ഇതിന് കുട്ടികളെ ഫസ്റ്റ് ഇയർ വാക്സിനേഷൻസ് ഗേൾ ചൈൽഡിനാണെങ്കിൽ 15,000 രൂപയും ബോയ് ചൈൽഡിനാണെങ്കിൽ 10,000 രൂപ വരെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ആയിട്ട്, അതായത് 10 ദിവസത്തിലധികം ഒരു ഹോസ്പിറ്റലൈസേഷൻ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ സം അഷ്യൂർഡിൻ്റെ 1% ചെറിയൊരു പോർഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ലംസം പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഹൈ എൻഡ് ഡയഗ്നോസിസ്, അതായത് നമുക്കൊരു പോളിസി വർഷത്തിൽ നമുക്ക് MRI പോലുള്ള വലിയ ടെസ്റ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോളിസിയിൽ നമുക്ക് അത് പൊതുവെ കവർ ചെയ്യാറില്ല, ശരിയല്ല. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് അതൊരു നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ അഥവാ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് ഹൈ എൻഡ് ഡയഗ്നോസിസിന് നമുക്ക് ഒരു 25,000 റുപ്പീസ് വരെ ഈ പോളിസി വർഷത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എമൗണ്ട്. ഇനി ഈ പോളിസിയിൽ നോക്കുകയാണെങ്കിൽ പൊതുവേ മാർക്കറ്റിലുള്ള പോളിസികൾ OP ഒക്കെ എക്സ്ക്ലൂഷൻ ആയിരിക്കുമല്ലോ. ഈ പോളിസി നമുക്ക് OP ഇൻബിൽട്ട് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ വരെയുള്ള കവറേജാണ് നമുക്ക് എടുത്തതെങ്കിൽ 5,000 രൂപ വരെ OPD ബെനിഫിറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. 10,000 രൂപ വരെ OPD ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. OPD ഡെൻ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റൂട്ട് കനാൽ പോലുള്ള പല ട്രീറ്റ്മെൻറ്റുകൾക്ക് 10,000 രൂപ വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പോളിസിയിൽ. പിന്നെ എമർജൻസി എയർ ആംബുലൻസിന് 5 ലാക്ക് വരെ നമുക്ക് കവറേജ് ഉണ്ട്. ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് 100% ഓഫ് ദി ബേസ് സം അഷ്യൂർഡ് വരെ കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് ഈ പോളിസിയിൽ അപ് ടു 50 ലാക്ക് വരെ കവർ ചെയ്യുന്നതല്ല, അതിനുശേഷമുള്ള പോളിസികളിൽ കവർ ചെയ്യുന്നുണ്ട്. ക്യുമുലേറ്റീവ് ബോണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50% സം അഷ്യൂർഡിൻ്റെ 50% വരെ വെച്ച് നമുക്ക് ഇൻക്രീസ് ആവുന്നതാണ്. മാക്സിമം 100% വരെ, അതായത് 10 ലക്ഷം എടുത്ത ഒരു വ്യക്തിക്ക് ആദ്യത്തെ വർഷം നമുക്ക് 5 ലക്ഷം ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് ലഭിക്കും. അടുത്ത ഒരു വർഷത്തിൽ ക്ലെയിം ഫ്രീ ഇയറിൽ നമുക്കത് വീണ്ടും 100% ആയി ടോട്ടലി 10 ലക്ഷം എടുത്ത ഒരു വ്യക്തിക്ക് 5+5, അതായത് മറ്റൊരു 10 ലാക്സും കൂടി കിട്ടുന്നതാണ്. ടോട്ടലി 20 ലാക്സിൻ്റെ ഒരു കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 50% വെച്ച് തന്നെ ഈ ക്യുമുലേറ്റീവ് ബോണസ് കുറയുന്നതാണ്. പിന്നെ അത് നോർമലൈസ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ അൺലിമിറ്റഡ് ഡോക്ടർ കൺസൾട്ടേഷൻ പോലുള്ള ടെലി കൺസൾട്ടേഷൻ പോലുള്ള സംവിധാനങ്ങളും ഈ പോളിസിക്കകത്ത് ലഭിക്കുന്നുണ്ട്.
ഈ ടാറ്റ മെഡിക്കെയർ പ്ലാനിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള എൻട്രി ഏജ് നോക്കുകയാണെങ്കിൽ അഡൽട്ട് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയും കുട്ടികൾക്കാണെങ്കിൽ 91 ദിവസം മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. ഈ പ്ലാനിൽ കൺസ്യൂമബിൾ കവർ ചെയ്യുന്നുണ്ട് ഇൻബിൽട്ട് ആയിട്ട് തന്നെ. ഈ പ്ലാനിൽ യാതൊരുവിധ റൂം റെന്റ് റെസ്ട്രിക്ഷൻസ് ഇല്ല, സ്യൂട്ട് റൂം വരെ എടുക്കാം. യാതൊരുവിധ സബ് ലിമിറ്റുകളോ കോ പേയ്മെൻറ്റുകളോ ഇല്ലാത്ത ഒരു പ്ലാനും കൂടിയാണ് ഈ ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയർ എന്നൊരു പ്ലാന്. ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഒരു പോളിസി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 30 ദിവസം തന്നെയാണ്. സ്പെസിഫൈഡ് ഇൽനസ് അതായത് പൈൽസ്, കാറ്ററാക്ട്, ഹെർണിയ പോലുള്ള സർജറി സംബന്ധമായിട്ടുള്ള സ്ലോ ഗ്രോയിങ് ഡിസീസിന് 2 years ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പിന്നെ നിലവിലുള്ള അസുഖങ്ങൾക്ക് ഈ ഒരു പോളിസിയിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസം അഥവാ 2 വർഷമാണ് വരുന്നത്. സോ ടാറ്റ AG മെഡിക്കെയർ സീരീസിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമുക്ക് ക്ലെയിം എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ആ ഒരു ഡെങ്കു ഫീവറായിട്ട് നമ്മൾ കസ്റ്റമർ അഡ്മിറ്റ് ആയപ്പോൾ 39,554 രൂപ നമ്മൾ ഹോസ്പിറ്റലിൽ റിക്വസ്റ്റ് ചെയ്ത ഫുൾ എമൗണ്ട് തന്നെ നമ്മൾ ടാറ്റയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഫുൾ എമൗണ്ട് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കിട്ടിയെന്നാണ് പറയാനായിട്ട്. അപ്പോൾ ഒരു രൂപ പോലും അടയ്ക്കാത്ത കസ്റ്റമർ ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത്. സോ കസ്റ്റമർ വാസ് സർപ്രൈസിംഗ്ലി ഹാപ്പി എന്ന് വേണം പറയാം. സോ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ഒരു കസ്റ്റമർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രൊഡക്ട്സിലും നമുക്ക് പല ഫീച്ചേഴ്സും ആഡ് ഓൺ ചെയ്ത് വേണം നമുക്ക് എടുക്കാനായിട്ട്. പലപ്പോഴും നമ്മളൊരു പ്രീമിയം കുറയ്ക്കുന്നതിൻ്റെ കാരണത്തിൽ നമുക്ക് ആ ആഡ് ഓൺ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൽ 33ഓളം വരുന്ന ഇൻബിൽട്ട് ഫീച്ചേഴ്സ് വരുന്നത് കൊണ്ട് നമ്മൾ യാതൊരുവിധ സെപ്പറേറ്റ് ആഡ് ഓണും ചെയ്യേണ്ടതായിട്ടില്ല. സോ ദാറ്റ് നമുക്കൊരു പോളിസിയിൽ തന്നെ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് ഇൻബിൽട്ട് ആണ്. എനി കാറ്റഗറി റൂം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കൺസ്യൂമർ അടക്കം വരുന്ന ക്ലെയിം സെറ്റിൽമെൻറ്റും എല്ലാം വരുന്നത് കൊണ്ട്, പിന്നെ അതേപോലെ പാരൻസിനൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിലും എല്ലാവർക്കും നമുക്ക് OP ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഇപ്പോൾ യൂഷ്വലി നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇതൊക്കെ 2 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും കൂടിയാണ്. സോ ഇത്തരം ബെനിഫിറ്റ്സ് അടങ്ങുന്ന ഈ ഒരു പ്ലാന് ഓക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും പർച്ചേസ് ചെയ്യുന്നതിനും ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി പോളിസി ആയിട്ട് അവൈലബിൾ ആണ്. സോ ഒന്ന് എൻക്വയറി ചെയ്യുക. അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ കുറിച്ച് കാണുന്നതിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.